ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങളുടെ ശത്രുക്കളുടെ ശല്യം ഒഴിയുകയും ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. ശക്തി നൽകുന്ന നരസിംഹ ജയന്തിയാണ് വന്നുചേരുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 4-മത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. പാതി മനുഷ്യൻ്റെയും പകുതി സിംഹത്തിൻ്റെയും രൂപമെടുത്ത് മഹാവിഷ്ണു തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിച്ചു. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ വച്ച് ഉഗ്രവും ക്രൂരവുമായ രൂപമാണിത്. അദ്ദേഹം ഹിരണ്യകശിപു എന്ന അസുരനെ വധിച്ചത് ഈ രൂപത്തിലാണ്. ഭൂമിയിൽ ദുഷ്ടശക്തികൾ വർദ്ധിക്കുകയും ആക്രമണം കടുക്കുകയും ചെയ്യുമ്പോഴെല്ലാം താൻ ഭൂമിയിൽ അവതാരമെടുക്കുമെന്ന് മഹാവിഷ്ണുവിൻ്റെ ഈ നരസിംഹരൂപം അരുളിയതായി വിശ്വസിക്കുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശിയിലാണ് നരസിംഹ ജയന്തി ആഘോഷം. നരസിംഹ ജയന്തിയിൽ നരസിംഹ ഭഗവാനെ പ്രത്യേകം ആരാധിക്കുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും വേദനകളും ഇല്ലാതാകും. നരസിംഹ ജയന്തിയുടെ ശുഭമുഹൂർത്തവും പൂജാരീതികളുമാണ്. നരസിംഹ ജയന്തി 2024 ഹിന്ദു കലണ്ടർ അനുസരിച്ച് വൈശാഖ ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥി മെയ് 21 വൈകുന്നേരം 5:39 ആരംഭിച്ച് അടുത്ത ദിവസം, അതായത് മെയ് 22 വൈകുന്നേരം 6:47 അവസാനിക്കുന്നത്. നരസിംഹ ജയന്തി ദിനത്തിൽ സന്ധ്യാസമയത്ത് നരസിംഹ ഭഗവാനെ പൂജിക്കുന്നത് വളരെയധികം ശുഭകരമായ കാര്യമാണ്. ഈ ദിവസം വൈകുന്നേരം 4:24 മുതൽ 7:09 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പൂജകളും വഴിപാടുകളും നടത്താവുന്നതാണ്. നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത് മൂലം നിങ്ങൾക്ക് വളരെയധികം മാനസികവും ശാരീരികവുമായ ശക്തി നൽകുന്നു. നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ എല്ലാ ഭയവും ഇല്ലാതാകുകയും നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നമ്മുടെ മാറിക്കിട്ടുകയും ദൈവാനുഗ്രഹം വന്നു ചേരുകയും ചെയ്യുന്നു. നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിന് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ചു വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഇതിനുശേഷം നരസിംഹ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിച്ച് വ്രതാനുഷ്ഠാനം ചെയ്യുക. നരസിംഹ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ 11 മാലകൾ ഉണ്ടാക്കുക. നാളികേരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് സമർപ്പിക്കുക. മധുര പലഹാരങ്ങൾ, പഴങ്ങൾ, കുങ്കുമം, പൂക്കൾ എന്നിവ സമർപ്പിക്കുക. നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹ സ്തോത്രം ചൊല്ലുകയും ആ ദിവസത്തിൻ്റെ അവസാനം ആരതി നടത്തുകയും നിവേദ്യം പ്രസാദമായി വിതരണവും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കാളസർപ്പദോഷത്തിന് പരിഹാരം. ജാതകത്തിൽ കാളസർപ്പദോഷത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നരസിംഹ ജയന്തി ദിനത്തിൽ ഏതെങ്കിലും നരസിംഹ ക്ഷേത്രത്തിൽ പോയി മയിൽപീലി സമർപ്പിക്കുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായും കാളസർപ്പദോഷത്തിൽ നിന്നും ആശ്വാസം നൽകും. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നരസിംഹ ചതുർദശിയിൽ പ്രസാദമായി ദൈവത്തിന് തൈര് സമർപ്പിക്കുക. ഈ പ്രതിവിധിയിലൂടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അജ്ഞാത ശത്രുക്കളോടുള്ള ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാന് ഐസ് കലർത്തിയ വെള്ളം സമർപ്പിക്കുക. എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ തുടങ്ങുന്നതാണ്. അതുപോലെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ, ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിലേക്ക് ചോളപ്പൊടി ദാനം ചെയ്യുക. നിങ്ങൾ കടത്തിൽ മുങ്ങുകയോ നിങ്ങളുടെ പണം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാന് വെള്ളിയോ മുത്തോ സമർപ്പിക്കുക. അതുപോലെ സാമ്പത്തിക നേട്ടത്തിന് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. നരസിംഹ ജയന്തി ദിനത്തിൽ രാവിലെ കുളി കഴിഞ്ഞ്
വൃത്തിയുള്ള സ്ഥലത്ത് നരസിംഹസമേതനായ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പശുവിൻ പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുക. അഭിഷേകം ചെയ്യുമ്പോൾ ലക്ഷ്മി ശ്രീ നരസിംഹ മന്ത്രം ഓം ശ്രീ ലക്ഷ്മി നരസിംഹായ ജപിക്കുക. ഈ പ്രതിവിധി നിങ്ങൾക്ക് സമ്പത്തും പണവും നേടിത്തരുവാൻ സഹായിക്കുന്നതാണ്. രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ദീർഘകാലമായി നിങ്ങൾക്ക് ബാധിച്ച എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നരസിംഹ ഭഗവാന് ചന്ദനം ചാർത്തുക. മഞ്ഞ വസ്ത്രങ്ങളും വാഴപ്പഴവും മാമ്പഴവും തുടങ്ങിയ മഞ്ഞ കളറിലുള്ള പഴങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിലനിർത്തുകയും രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുകയും ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെ ഉദയം. ഈ രാശിക്കാർ വീട്ടിലുണ്ടോ? മഹാത്ഭുതം നടക്കും. വ്യാഴത്തിൻ്റെ രാശിമാറ്റം പല വിധത്തിലുള്ള അനുകൂല പ്രതികൂല നേട്ടങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം അസ്തമിക്കുകയും ഇടവം രാശിയിൽ തന്നെ വ്യാഴം ജൂൺ ആദ്യത്തെ ആഴ്ച ഉദിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. പലപ്പോഴും ഇത് നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം നൽകുന്നു. ജ്യോതിഷപ്രകാരം ഒന്നിലധികം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഉദയമാറ്റങ്ങൾ കൊണ്ട് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. വ്യാഴത്തിൻ്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിലും ദാമ്പത്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ ഉദയം നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വളരെയധികം വർദ്ധിപ്പിക്കും എന്നത് സത്യമായ കാര്യമാണ്. എന്നാൽ ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിയിൽ വ്യാഴത്തിൻ്റെ ഉദയം ശുഭകരമായ പല മാറ്റങ്ങളും സമ്മാനിക്കും. ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ ഇവർക്ക് വരുമാനം വർദ്ധിക്കുകയും അതുവഴി പല കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വരുമാനത്തിൻ്റെ വർധനവ് നല്ല ജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. അതുമാത്രമല്ല, നിങ്ങളിൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുകയും ചെയ്യും. പുതിയ ജോലി ആരംഭിക്കുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇവർക്ക് രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല. തൽക്കാലം കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധയോടെ ഏത് കാര്യവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതിൽ മികച്ച ഫലം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഉദയം പല വിധത്തിലുള്ള ഗുണങ്ങളും സമ്മാനിക്കും. പലപ്പോഴും ഈ സമയം നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഭാഗ്യമാണ് കാത്തിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിരത വളരെയധികം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിനും സാധിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ലക്ഷ്യങ്ങളെല്ലാം തന്നെ കൈവരിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്തിക വിജയം തന്നെയാണ് ഏറ്റവും മികച്ച ഫലം. പങ്കാളിയുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അഭിമാനവും നേട്ടവും കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾ ഇടവം രാശിക്കാരാണെങ്കിൽ ആ ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ വരെ നിലനിൽക്കുകയും ചെയ്യും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഉദയം വളരെയധികം ഗുണകരമായിരിക്കും. ഈ സമയത്ത് ഇവരെ തേടി നല്ല വാർത്തകൾ വരുന്നതാണ്. വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ ബിസിനസ്സിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. കൂടാതെ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. നിക്ഷേപത്തിന് മികച്ച സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു ചേരില്ല. പണം നിക്ഷേപിച്ചാൽ ഭാവിയിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥയിലേക്ക്
മിഥുനം രാശിക്കാരുടെ ജീവിതം എത്തിച്ചേരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉദയം അനുകൂലമായ പല മാറ്റങ്ങളും സമ്മാനിക്കും. നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ ഉദയം സംഭവിക്കുന്നത്. അതുമൂലം ഇവർക്ക് ഭാഗ്യം പല കോണുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. എല്ലാ ജോലികളും പൂർത്തിയാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും വളരെയധികം വിജയമാണ് കാത്തിരിക്കുന്നത്. കുടുംബത്തിൽ നിങ്ങളുടെ ഐശ്വര്യത്തിന്റെ ഫലം എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. സ്വപ്നങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉദയം പല മാറ്റങ്ങളും സമ്മാനിക്കും. പലപ്പോഴും ജോലിയിൽ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷപ്രകാരം വ്യാഴത്തിന്റെ ഉദയം ജോലിയിലും ബിസിനസ്സിലും വൻ നേട്ടങ്ങൾ കൊണ്ടുവരും. ജോലി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായ സമയമാണ്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സഫലീകരിക്കപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ലാഭവുമാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പഴയ ബിസിനസ് വളരെയധികം വിപുലീകരിക്കുന്നതിനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.